ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കറുത്ത പഴം കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. ഇനി കറുത്ത പഴം ഉണ്ടാകുമ്പോൾ ആരും വെറുതെ കളയല്ലേ, ഈ ഒരു കിടിലൻ റെസിപ്പി തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കറുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ഓരോ ലൈക്കും ചെയ്തതാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 പഴം ഞാനിതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇല്ലാണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ബ്രെഡ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബ്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ അങ്ങനെ എന്തായാലും പൊടിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബ്രെഡാണ് ഇട്ടെടുക്കുന്നത്. ഒരു 3 ബ്രെഡ് പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടാണ്. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു പഴം വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഒരു പഴം കൊണ്ടാണെങ്കിൽ നിങ്ങൾ മുട്ടൻ്റെ അളവൊന്നും മാറ്റണ്ട, ഒരു മുട്ടൻ്റെ മതിയാവും. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് കൊടുത്താൽ മതിയാവും. മുട്ട ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇതാ ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്കായും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഇത് നമ്മൾക്ക് വീട്ടിലില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ കരുതണ്ട വിചാരിച്ചിട്ടാണ് മറ്റ് ഓപ്ഷനുകൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണെങ്കിൽ അതുതന്നെ ചെയ്യുക. അല്ലാണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ വാനില എസൻസിന് പകരം ഏലക്കായ് പൊടിച്ചത് ചേർത്തിട്ട് കൊടുത്താലും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാലിൽ കുറച്ച് മധുരം ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം പഴം മധുരമാണ്, അപ്പോൾ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. 2 പഴം എടുത്തതുകൊണ്ട് ഞാൻ മധുരം കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഡയറക്റ്റായിട്ട് നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക, അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പാലിന് പകരം നമുക്ക് വെള്ളം ചേർത്ത് തന്ന് കുഴച്ചെടുക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇങ്ങനെ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു വട്ടത്തിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും. പിന്നെ ഈ ഒരു മാവിൽ ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതൊന്ന് സ്കിപ്പായിട്ടുണ്ട്. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് കേട്ടോ, ലേശം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ടിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്കൊന്ന് ചെയ്തേക്കണം. അപ്പോൾ ഇതാ നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്, ഈവനിങ് സ്നാക്സാണ്. ഈ മഴക്കാലത്തൊക്കെ ചായക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.